വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റാണ്. നാലാം നാൾ ഉച്ച കഴിഞ്ഞ് തിരച്ചിൽ നടത്തുമ്പോൾ ഈ മുണ്ടക്കൈ ടോപ്പ് മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജീവന്റെ തുടിപ്പ് എന്ന സൂചനകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് മനുഷ്യൻ്റെതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഇപ്പോഴില്ല. പല സാധ്യതകൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയുള്ള പരിശോധനകളിലേക്ക് പോവുകയാണ്. തെർമൽ ഇമേജ് സ്കാനർ ഉപയോഗിച്ച് 3 മീറ്റർ ആഴത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ 2 തവണ നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ തിരച്ചിൽ ദൗത്യ സംഘത്തിന് ലഭിക്കുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന. ഇപ്പോൾ ഈ കലങ്കിലൂടെയുള്ള പരിശോധന എന്ന് പറയുന്നത് നേരത്തെ സിഗ്നൽ ലഭിച്ച ഇടത്തുനിന്നും ഏകദേശം ഒരു 80 മീറ്ററോളം അകലം ഉണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സിഗ്നൽ, അടുത്ത സിഗ്നൽ, കാരണം നേരത്തെ ചാർജ് തീർന്നുകൊണ്ട് ഈ റഡാറിന്റെ ചാർജ് തീർന്നിരുന്നു, അത് ചാർജ് ചെയ്ത ശേഷം ഇനിയുള്ള സിഗ്നലിലേക്ക് പോവുകയാണ്. ആ സിഗ്നലിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ? കാരണം ശ്വസിക്കുന്ന ഒരു ജീവിയുടെ സിഗ്നൽ എന്ന രീതിയിലാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. അത് എന്താകാം? മറ്റെന്തെങ്കിലും ജീവികളാകുമോ? മനുഷ്യന്റെ ചലനങ്ങളാകുമോ? അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുടെ ഒരു നിമിഷം കൂടി തിരച്ചിലിന്റെ അവസാന ദിവസം എത്തുമ്പോൾ ലഭിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, അത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യാൻ എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ ഈ മണ്ണിന്റെ ദുർബലാവസ്ഥ, മണ്ണ് ഇടിഞ്ഞ് മൂടി വന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. സൂക്ഷ്മമായി തന്നെ കെട്ടിടം പൊളിഞ്ഞു വീഴാതെ അതിനുള്ളിൽ എന്താണ് ഉള്ളത്, ഈ ജീവന്റെ തുടിപ്പിന്റെ ഈ വ്യാപ്തി എന്താണ്, അത് മനുഷ്യനാണോ മറ്റെന്തെങ്കിലും മൃഗമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും സ്ഥിരീകരിക്കേണ്ടത്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പല്ലുകൾ അത് മണ്ണിലേക്ക് ആഴത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടിയുള്ള പരിശോധനയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം ഇവിടെ ഒരു കെട്ടിടവും, അതായത് ഒരു കടയോട് ചേർന്നുള്ള ഒരു വീട് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നേരത്തെ താമസിച്ചിരുന്ന വ്യക്തി, കെട്ടിടത്തിന്റെ ഉടമ യൂനിസിന്റെ ഒക്കെ പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മനസ്സിലായത് അവിടെ അദ്ദേഹത്തിന്റെ അമ്മയുടെയും സഹോദരന്റെയും ഒക്കെ തന്നെ ജീവൻ അവരുടെയൊക്കെ തന്നെ ശരീരമുണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഒരുപാട് പേർ, ഈ സമീപ പ്രദേശത്ത് 8ഓളം മൃതദേഹങ്ങൾ ലഭിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ വളരെ വിരളമായ സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. കാരണം 4ാമത്തെ ദിവസമാണ്. വളരെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന്റെ സാന്നിധ്യമൊക്കെ നമുക്ക് ലഭിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും. ഈ തിരച്ചിൽ ദൗത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചരിത്രത്തിലെ ഒരു മഹാത്ഭുതമായും ജീവന്റെ തുടിപ്പായി മാറുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്ക് എന്തായാലും കാത്തിരിക്കാം. പ്രതീക്ഷയുടെ ഓരോ നിമിഷവും ഇങ്ങനെ എണ്ണി നീക്കിയാണ്. ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ആ തെർമൽ സാന്നിധ്യത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു ശ്വസിക്കുന്ന ഒരു ജീവിയുടെ സാന്നിധ്യമാണ്. അതെന്താണ് എന്ന് തോന്നുമ്പോൾ ചെറിയ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവികളോ ഒന്നും ആയിരിക്കില്ല. ഒരു നായയുടെ വലിപ്പത്തിനും അപ്പുറത്തേക്കുള്ള ഒരു സാന്നിധ്യമായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗൂഗിൾ വീണ്ടും ചേരുന്നുണ്ട്. ഗൂഗിൾ, അങ്ങനെ ഈ നേരത്തെ കിട്ടിയ 2 പ്രധാനപ്പെട്ട സ്ട്രോങ് സിഗ്നലുകൾ, നല്ല സിഗ്നലുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു സിഗ്നൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനായി നിങ്ങളെയൊക്കെ തന്നെ, മനുഷ്യരെല്ലാം, അവിടെയുള്ള ആളുകളെല്ലാം മാറ്റിയിട്ടുണ്ടല്ലോ, അതിലെ നടപടികളിലേക്ക് കടന്നുപോ. തീർച്ചയായിട്ടും അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ അത്ര വ്യക്തമല്ല. ഞാൻ ഇത്തിരി നീങ്ങിയാണ് നിൽക്കുന്നത്. നമ്മുടെ ക്യാമറയും മറ്റൊരു സ്ഥലത്ത് മാറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെയുള്ള ഒരു കാഴ്ചകൾ എന്താണെന്നുള്ളത് പൂർണ്ണമായും വ്യക്തമല്ല. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇവിടെ നിന്ന് എനിക്ക് കാണാൻ കഴിയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ആർമി ഉദ്യോഗസ്ഥരും ഈ റഡാർ സംവിധാനത്തിന്റെ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ അടുത്തുണ്ട്. അവർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർ അതിന്റെ നടപടികൾ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരുന്ന സിഗ്നൽ കൂടി നിർണായകമാണ്. അതനുസരിച്ചാണ് കൂടുതൽ മണ്ണ് മാറ്റി മറ്റു പരിശോധനകളിലേക്കൊക്കെ കടക്കുക. പ്രജീഷ് നേരത്തെ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ മണ്ണ് മാന്തുന്നത്, അതായത് ഒരു ജീവൻ ഉണ്ടെന്നുള്ള ഒരു സംശയത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതീക്ഷയെ തുടർന്നാണ് നമ്മൾ മണ്ണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ചു വേണം. JCBയുടെ പല്ലുകൾ അങ്ങനെ ആഴ്ന്ന് ഇറക്കി ഉള്ളൊരു പരിശോധനയൊന്നും തന്നെ പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ അത് വളരെ സൂക്ഷ്മമായുള്ള പരിശോധനയാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അതായത് സ്വാഭാവികമായി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം എന്തുകൊണ്ട് ഈ സമയം എടുക്കുന്നു എന്നുള്ളതൊക്കെ തോന്നിയേക്കാം. അത് അത്രമാത്രം സൂക്ഷിച്ച് ചെയ്യേണ്ടത് കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതിന് വലിയൊരു അപകടത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ പരിക്കുകൾ അവിടെയുള്ള ജീവന് പറ്റുന്നതിലേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് ഇത്ര സൂക്ഷ്മതയോടുകൂടി ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നത്. വളരെ ശ്രദ്ധിച്ച് ഉദ്യോഗസ്ഥർ വളരെ സൂക്ഷ്മമായി മാത്രം നടത്തുന്ന ആർമിയുടെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് മാത്രം സന്നദ്ധ പ്രവർത്തകരടക്കം ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. മണ്ണ് മാറ്റുന്നത് തന്നെ കൂടുതൽ അപകടമില്ലാത്ത രീതിയിൽ മണ്ണ് മാറ്റണം എന്നുള്ള ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ ഓടയുടെ ഭാഗത്തും തിരച്ചിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് വീണ്ടും സിഗ്നൽ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളുമായി അവിടെ അതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു ശുഭവാർത്ത തന്നെ പ്രതീക്ഷിച്ചാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. പ്രജീഷ്.